ഹലോ ഗൈസ്, മിഞ്ചി സ്മോക്കിന്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഒരു തുരങ്കത്തിലൂടെ പോവുകയാണ്. ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അറിയില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇന്ന് ഞങ്ങൾ പുറത്തൊരു റെസ്റ്റോറൻറ്റിൽ പോയാണ് ഫുഡ് കഴിക്കുന്നത്. ഗൈസ്, നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചിട്ടാണോ ഈ വീഡിയോ കാണുന്നത്? കഴിക്കാത്തവരുണ്ടെങ്കിൽ ഫുഡ് എടുത്ത് കൊണ്ടുവന്ന് കൂടെ ഇരുന്ന് കഴിച്ചോളാം ഗൈസ്. ഞങ്ങൾ കഴിക്കുന്ന ഐറ്റംസ് കണ്ടാൽ നിങ്ങളുടെ വായിൽ കൊതിയൂറാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഗൈസ്, ഈ വഴി എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല അടിപൊളി വഴിയാണ് ഗൈസ്. ഇത് എവിടെയാണെന്ന് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അറിയാത്തവർക്ക് വേണ്ടി നിങ്ങളുടെ കമൻറ്റ് മാത്രമാണ് ഗൈസ് ഏക പോംവഴി. ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റിൻ്റെ സമീപം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നതാണ് ഗൈസ്. ഞങ്ങൾ ഓൾറെഡി ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ടാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ചെന്നാൽ ഉടനെ നമുക്ക് കഴിക്കാൻ പറ്റും ഗൈസ്. അങ്ങനെയുള്ള യാത്രയാണിത് ഗൈസ്. ഇപ്പോൾ സുപ്രഭാതമാണോ വൈകുന്നേരമാണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഞങ്ങൾ കഴിക്കുന്ന ഫുഡ് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് തീരുമാനിക്കാവുന്നതാണ് ഗൈസ്. ഗൈസ്, ഇതാ ഞങ്ങളുടെ മിഞ്ചിയുടെ വീട്ടുകാരെല്ലാവരും വന്ന് ഫുഡ് കഴിക്കുകയാണ് ഗൈസ്. മിഞ്ചി മുത്തശ്ശി തൻ്റെ മൊബൈലെല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ച് ചപ്പാത്തി പ്ലേറ്റിലേക്ക് ഇടുന്നു ഗൈസ്. ചപ്പാത്തിയെ 4 ആക്കി മടക്കി കൊടുത്തത് മിഞ്ചി മുത്തച്ഛൻ നിവർത്തി അതിലേക്ക് ചില്ലി ഗോപി ഒഴിക്കുന്നു ഗൈസ്. ചില്ലി ഗോപി, ചപ്പാത്തിയും ചില്ലി ഗോപിയും വെച്ച് മിഞ്ചി മുത്തശ്ശി ഇതാ ഒരു സൈഡിൽ നിന്നും അടർത്തി എടുക്കുകയാണ് ഗൈസ്. മിഞ്ചി മുത്തശ്ശി ചില്ലി ഗോപിയെ ചപ്പാത്തിയിൽ പൊതിഞ്ഞു അതാ മക്കളെ കഴിച്ചിരിക്കുന്നു. നമ്മുടെ മിഞ്ചിക്കുള്ള ചിക്കൻ 65 വന്നിട്ടുണ്ട്. അതിലൊരു നാരങ്ങയുടെ കഷ്ണവും 2 സവാളയുടെ കഷ്ണവും കണ്ടെത്തിയിട്ടുണ്ട് ഗൈസ്. മിഞ്ചിയും ഞാനും കഴിക്കാൻ പോകുന്നത് പൊറോട്ടയാണ് ഗൈസ്. പൊറോട്ടയുടെ കൂടെയുള്ള ഗ്രേവി വന്നു. ഇതാ ഗൈസ്, മിഞ്ചി മുത്തശ്ശിയുടെ അടുത്തിരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് യൂഹിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ ഗൈസ്. കമന്റ് ചെയ്യൂ. ഗാർലിക് നാനും അൽഫഹാമും ഓർഡർ ചെയ്തിരിക്കുന്ന ആ സുന്ദരി ആരാണ് ഗൈസ്? നിങ്ങൾ പറയൂ ഗൈസ്. നിങ്ങൾക്കറിയാമോ? അറിയില്ലെങ്കിൽ മിഞ്ചീസിന്റെ ഇന്നത്തെ ലൈവിൽ വന്ന് ചോദിക്കുക അതാരാണെന്ന്. മിഞ്ചി മുത്തശ്ശി പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക്. മിഞ്ചി മുത്തശ്ശിക്ക് ചില്ലി ഗോപിയും ചപ്പാത്തിയും ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. മിഞ്ചിയുടെ പ്ലേറ്റിൽ പൊറോട്ട ഇനിയും കാണുന്നില്ല. അവൾ വെയിറ്റിംഗിലാണ് ഗൈസ്, വെയിറ്റിംഗിലാണ്. ഗൈസ്, ഗാർലിക് നാന്റെ അടിവശം നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ട്. മുകൾ വശം നന്നായിട്ട് മുറിഞ്ഞിട്ടുമുണ്ട് ഗൈസ്. ഗ്രേവി നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ടിട്ട് കൊള്ളാം. കഴിച്ചിട്ട് ബാക്കി പറയാം ഗൈസ്. മിഞ്ചിയുടെ 65 ഞാൻ എടുത്തപ്പോൾ മിഞ്ചി അത് കൈ നീട്ടി വാങ്ങിച്ചിരിക്കുകയാണ് ഗൈസ്. മിഞ്ചിയുടെ 65-ൽ നിന്നും എനിക്ക് കിട്ടിയത് വെറും ഒരു എല്ലിൻ കഷ്ണമാണ് ഗൈസ്. അതുതന്നെ മിഞ്ചിയുടെ വിഷമത്തോടുള്ള നോട്ടം കാരണം എനിക്ക് കഴിക്കാൻ പോലും പറ്റുന്നില്ല ഗൈസ്. അവൾ ആഗ്രഹിച്ച് വാങ്ങിച്ച 65 ആണ് ഗൈസ്. വെറും 4 പീസ് മാത്രമേ ഉള്ളൂ. ഒടുക്കത്തെ വിലയുമാണ് ഗൈസ്. ഗൈസ്, പൊറോട്ട വന്നിരിക്കുന്നു. നല്ല കിടിലൻ കേരള പൊറോട്ട. കാണാൻ ലുക്കാണ് ഗൈസ്. പൊടിപ്പും തൊങ്ങലും തൂവലും ഒക്കെ ആയി കിടിലൻ പൊറോട്ട വന്നിരിക്കുന്നു ഗൈസ്. പൊറോട്ടയിലേക്ക് ആ ഗ്രേവി ഒഴിച്ച് കുതിർക്കുകയാണ് ഗൈസ്. കുതിർത്ത് കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും നോക്കി നിൽക്കേ. ഇതാ പൊറോട്ടയും ഗ്രേവിയും ചേർത്തിതാ ഗൈസ് കഴിക്കാൻ പോകുന്നു ഗൈസ്. മിഞ്ചി മുത്തശ്ശി തന്റെ ചപ്പാത്തി ഒരെണ്ണം ഗൈസ്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണേ ഗൈസ്. ലൈക്ക് ആൻഡ് ഷെയർ മറക്കരുത്. നോക്കട്ടെ ഗൈസ് എങ്ങനെയുണ്ട് നമുക്കിന്ന് തീരുമാനിക്കാം ഗൈസ്. ഗൈസ്, മിഞ്ചി മുത്തശ്ശിയുടെ അടുത്തിരിക്കുന്ന ആ സുന്ദരി പെണ്ണിനിതാ കൊടുക്കുന്നു ചില്ലി ഗോബി ഗൈസ്. ചില്ലി ഗോപിയുടെ പാത്രം മിഞ്ചി മുത്തശ്ശി തിരിച്ചേൽപ്പിച്ചിരിക്കുന്നു ഗൈസ്.